എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 14-ാമത്തെ സർഗത്തിലെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. ഈ ശ്ലോകങ്ങളിലൊക്കെ തന്നെ യാഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ, യാഗത്തിൻ്റെ കർമ്മങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയണത്. വളരെ വിസ്തരിച്ചുള്ള ഒരു യാഗമായിരുന്നു അത്. നാട് നീളെ അതിൻ്റെ പ്രചരണവും പല ദിക്കിൽ നിന്ന് ആൾക്കാർ വരെയും പലതരത്തിൽ, അതായത് പല കർമ്മങ്ങൾ സംബന്ധിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും വസ്ത്രത്തിന് വേണ്ടിയിട്ടും വരെ ആൾക്കാർ വന്നു എന്നുള്ള രീതിയിൽ കവി വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം 16-ാമത്തെ ശ്ലോകം നോക്കാം. നാനാദേശാദനുപ്രാപ്താ പുരുഷാ സ്ത്രീഗണാസ്തഥാ അന്നപാനൈഃ സുവിഹിതാസ്തസ്മിൻ യജ്ഞേ മഹാത്മനഃ. ഇവിടെ പറയാണ്, നാനാദേശാദനുപ്രാപ്താഃ പുരുഷാഃ സ്ത്രീഗണാ തഥാ. അപ്രകാരം തന്നെ പലതരത്തിലുള്ള ആൾക്കാർ, അതായത് ജാതിയിൽ തന്നെ ഒരു പലതരത്തിലുള്ളവരുണ്ടായിരുന്നു. ആ ഭേദങ്ങളൊന്നും കണക്കാക്കാതെയാണ് ആൾക്കാർക്ക് അന്നവും വസ്ത്രവും ഒക്കെ നൽകിയിരുന്നത്. ഇനി തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരല്ല, പരദേശികളായിട്ടുള്ള ആൾക്കാരും വന്നിരുന്നു. പലതരത്തിലുള്ള പല ദിക്കിൽ നിന്നുള്ള ആൾക്കാരാണ്. നാനാദേശാത് അനുപ്രാപ്താഹ പുരുഷാഹ, പല ദേശങ്ങളിൽ നിന്നും വന്നിരുന്നു. പുരുഷന്മാരും വന്നിരുന്നു, സ്ത്രീഗണങ്ങളും വന്നിരുന്നു. സ്ത്രീകൾക്ക് വരാൻ പാടില്ല എന്നോ, ഭക്ഷണം അവിടെ നിന്ന് ഇങ്ങനെ പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുണ്ടായിരുന്നു. സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു. അതാണ് തഥാ, അപ്രകാരം തന്നെ എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ പല ദേശങ്ങളിൽ നിന്നും വന്നിരുന്നു. അവരെല്ലാവരും അന്നപാനൈ സ്വവിഹിതാഹ തസ്മിൻ യജ്ഞേ മഹാത്മന തസ്മിൻ യജ്ഞേ, ആ മഹാത്മാവായിട്ടുള്ള ദശരഥൻ്റെ യാഗത്തിൽ അന്നപാനൈഹി സുവിഹിതാഹ, നല്ല പോലെ ഭക്ഷണവും വെള്ളവുമൊക്കെ കിട്ടിയിട്ട് അവർക്കെല്ലാവർക്കും ആ യാഗം വളരെ സന്തോഷകരമായിട്ട് അനുഭവപ്പെട്ടു. സമൃദ്ധമായിട്ട് അവർ അവിടെ ചെലവഴിച്ചു. ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല എന്നർത്ഥം. പരദേശങ്ങളിൽ നിന്ന്, വിവിധങ്ങളായിട്ടുള്ള ദൂരങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരെ മാറ്റി നിർത്തുകയോ അവർക്കൊന്നും കൊടുക്കായകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കണക്കാക്കിയത്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് പറയാണ് 17-ാമത്തെ ശ്ലോകത്തിൽ. അന്നം ഹി വിധിവത് സ്വാദു പ്രശംസന്തി ദ്വിജർഷഭാ അഹോ തൃപ്താസ്മ ഭദ്രം തേ ഇതി ശുശ്രാവരാഘവ. എല്ലാവരും കൂടിയിട്ട്, ബ്രാഹ്മണരെല്ലാവരും കൂടിയിട്ട് പറയാണ്, അന്നം ഹി വിധിവത് സ്വാദു പ്രശംസന്തി ദ്വിജർഷഭാ. ദ്വിജർഷഭന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വിധിവതന്നം, വേണ്ട പോലെ വിധിപ്രകാരം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭക്ഷണമുണ്ടല്ലോ, അത് വളരെയധികം സ്വാദുള്ളതായിരുന്നു. സ്വാദു ആസീത്, നല്ല സ്വാദുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ദ്വിജശ്രേഷ്ഠന്മാർ, അത് ഭക്ഷിച്ച ആൾക്കാരൊക്കെ തന്നെ പ്രശംസന്തി, അതിനെ പ്രശംസിക്കാൻ തുടങ്ങി. എത്ര സ്വാദുള്ള ഭക്ഷണമാണ് ദശരഥ മഹാരാജാവിൻ്റെ യജ്ഞത്തിൽ പങ്കെടുത്താൽ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ അവിടെയുള്ളവരെല്ലാവരും തന്നെ ആ ഭക്ഷണത്തെ പ്രശംസിച്ചു പറയാൻ തുടങ്ങി. എന്നിട്ടോ അഹോ തൃപ്താസ്മ ഭദ്രം തേ ഇതി ശുശ്രാവരാഘവ. രാഘവൻ അത് നേരിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടോ കേട്ടു. രാഘവൻ എന്നുള്ളത് കൊണ്ട് ദശരഥൻ എന്നർത്ഥം. സാധാരണഗതിയിൽ രാഘവൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനെയാണ് നമ്മൾ അർത്ഥമെടുക്കാറുള്ളത്. ഇവിടെ ശ്രീരാമൻ ജനിച്ചിട്ടില്ലല്ലോ, ഉദ്ദേശിക്കുന്നത് ദശരഥനെയാണ്. ദശരഥൻ അത് കേൾക്കുകയും ചെയ്തു. എന്താണ് കേട്ടത്? അഹോ തൃപ്താഹ, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തൃപ്തി അടഞ്ഞവരായി. ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഒരാൾക്ക് വേഗം തൃപ്തി ഉണ്ടാക്കാൻ പറ്റും. മറ്റെന്ത് കൊടുത്താലും അത്രയ്ക്കൊന്നും തൃപ്തി വരില്ല. വയറ് നിറഞ്ഞാൽ വേഗം മതി എന്ന് പറയാൻ ഒരാൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരാളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവർക്ക് ധാരാളം ഭക്ഷണം വാങ്ങി കൊടുക്കുകയാണ് ആദ്യത്തെ വഴി. അങ്ങനെ തൃപ്തരായിക്കൊണ്ട് ആ ബ്രാഹ്മണരൊക്കെ പറഞ്ഞു, എല്ലാ തരത്തിലുമുള്ള മംഗളങ്ങൾ ഉണ്ടാകട്ടെ. ഭദ്രം തേ സ്മ, അങ്ങയ്ക്ക് ഭദ്രം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് അവരെല്ലാവരും കൂടി രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ അവർ അനുഗ്രഹിച്ചു, എല്ലാം മംഗളകരമാവട്ടെ എന്ന് ദ്വിജർഷഭന്മാർ, അതായത് കേവന്മാരായിട്ടുള്ള ബ്രാഹ്മണർ, അവർ ആശംസിക്കുകയും ചെയ്തു എന്നർത്ഥം. നമുക്ക് 18-ാമത്തെ ശ്ലോകം നോക്കാം. സ്വലംകൃതാശ്ച പുരുഷാ ബ്രാഹ്മണാൻ പര്യവേഷയൻ
ഉപാസന്തേ ചതാനന്യേ സുമൃഷ്ടമണികുണ്ടലാഹ. അവിടെ ഈ ബ്രാഹ്മണർക്ക് വേണ്ടതെല്ലാം, ബ്രാഹ്മണരെ മാത്രമല്ല, അവിടെ ഭക്ഷണം കഴിക്കാനും വസ്ത്രങ്ങൾ ലഭിക്കാനും ഒക്കെ ആയിട്ട് ആരൊക്കെ വന്നുവോ അവരെ മുഴുവനും സേവിച്ചിരുന്നത് ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജനങ്ങളായിരുന്നു. അതാണ് സ്വലങ്കൃതാഹ പുരുഷാഹ ബ്രാഹ്മണാൻ പര്യവേഷയൻ. ബ്രാഹ്മണരെ വേണ്ടതുപോലെ ഉപാസിച്ചു, പര്യവേഷണം ചെയ്തു. ആരാണത്? സ്വലങ്കൃതാഹ പുരുഷാഹ സുമൃഷ്ടമണികുണ്ടലാഹ. വളരെ നല്ല വേഷം ധരിച്ച് ഉത്തമമായിട്ടുള്ള ആകൃതിയുള്ള ആഭരണങ്ങളാൽ വിഭൂഷിതന്മാരായിട്ടുള്ള ആൾക്കാർ. സ്ത്രീ പുരുഷന്മാരെന്നൊന്നും ഭേദമില്ല, എല്ലാവരും നല്ല വേഷം ധരിച്ചിട്ടുണ്ട്, നല്ല ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്, വൃത്തിയും വെടിപ്പുമായിട്ട് നടക്കുന്ന ആൾക്കാർ. അവരാണ് അവിടെ വന്നവരെ മുഴുവനും പരിചരിച്ചത്. താൻ അന്യേ ഉപാസന്തേ, അന്യേ ഈ പറഞ്ഞ വേഷവിധാനങ്ങളോട് കൂടിയവരായിട്ടുള്ള ജനങ്ങൾ അവിടെ വന്നവരെ ഉപചരിച്ചു. അതെല്ലാവർക്കും നല്ല ഇഷ്ടമായി. പൊതുവേ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. നല്ല വൃത്തിയുള്ള വേഷവും കാണാൻ നല്ല വൃത്തിയുള്ളവരെ, വേഷം മാത്രമല്ല നഖങ്ങളായാലും തലമുടിയായാലും ശരീരപ്രകൃതമായാലും ഒക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. ആഹാരാദികളൊക്കെ വിളമ്പുന്നത് എങ്കിൽ അതിനൊരാകർഷണം വേറെ തന്നെയാണ്. അത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ യാഗസമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതിസുന്ദരന്മാരോ സുന്ദരിമാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നവരെയൊക്കെ തന്നെ പരിചരിച്ചത്. സൗന്ദര്യം എന്ന് പറയുമ്പോൾ മുഖസൗന്ദര്യം മാത്രമല്ല, വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അസുഖങ്ങളില്ലായ്മ, അതുപോലെ തലമുടി നഖം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നവർ, അങ്ങനെ വൃത്തിയും വെടിപ്പുമായിട്ട് കുളിയും ക്ഷൗരവുമൊക്കെ കഴിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവിടെ സേവിക്കാനുണ്ടായിരുന്നത്. അത് വലിയൊരു ആകർഷണമായിരുന്നു അശ്വമേധയാഗത്തിൻ്റെ. അടുത്ത ശ്ലോകം നോക്കാം. കർമാന്തരേ തഥാ വിപ്രാഹേതുവാദാൻ ബഹൂനപി പ്രാഹുസ്സുവാഗ്മിനോ ധീരാഃ പരസ്പര ജിഗീഷയാ. കർമാന്തരേ, കർമാന്തരങ്ങളിൽ, അതായത് ഓരോരോ കർമ്മങ്ങൾ ചെയ്തു തീർക്കണമല്ലോ. യാഗം എന്ന് പറഞ്ഞാൽ വളരെ വിസ്തരിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണ്. അതിൽ കുറേ ചെറിയ കർമ്മങ്ങളുണ്ട്. അപ്പോൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ എല്ലാവരും കൂടി എല്ലായ്പ്പോഴും എല്ലാ കർമ്മങ്ങളും ചെയ്യല്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ പേര് കൂടിയിരുന്ന് ചെയ്യും, പിന്നെ അവർ വിശ്രമിക്കും, വേറെ ഒരു കൂട്ടർ ചെയ്യും. അങ്ങനെ കർമാന്തരത്തിൽ, കർമ്മങ്ങളുടെ ഇടയ്ക്ക് വിപ്രാഹ ഹേതുവാദാൻ ബഹൂനപി പ്രാഹു, ഹേതുവാദങ്ങൾ, അതായത് ബ്രാഹ്മണർ ചിലർ മാറിയിരിക്കുന്നവർ, അപ്പോൾ യാഗത്തിൻ്റെ കർമ്മങ്ങളിൽ പങ്കെടുക്കാത്ത ആൾക്കാർ, അവരവിടെ ഇരുന്നു കൊണ്ട് അറിവിനുള്ള വഴികളും അന്വേഷിച്ചു. ഹേതുവാദങ്ങൾ, തർക്കങ്ങൾ അതൊക്കെ നടത്തുന്നുണ്ടായി, വാക്യാർത്ഥം പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ജനങ്ങൾക്ക് അവിടെ കൂടിയിരിക്കുന്നവർക്ക് അറിവുണ്ടാവാനും അത് കാരണമായി. അതായത് ആരാണോ തൽക്കാലത്തേക്ക് യാഗകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടാത്തവർ, അവർ പലതരത്തിലുള്ള ചർച്ചകളും അവിടെ നടത്തി. അതാണ് ബഹൂൻ ഹേതുവാദാൻ പ്രാഹു. അവരെങ്ങനെയുള്ളവരായിരുന്നു? സുവാഗ്മിന ധീരാഹ പരസ്പര ജിഗീഷയാ, നല്ല വാക്സാമർഥ്യമുള്ളവർ. സുവാഗ്മിന ധീരാഹ, നല്ല ഉറച്ച ബുദ്ധിയുള്ളവർ, കഴിവുള്ളവർ, വിവരമുള്ളവർ. അവരെന്ത് ചെയ്തു? പരസ്പര ജിഗീഷയാ, പരസ്പരം ജയിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, വെറുതെ ആ നേരം കളയാൻ വേണ്ടിയിട്ട്, കളയാന്ന് പറയാൻ പാടില്ല, ആ നേരത്തെ ഉപയോഗപ്പെടുത്തുക, അറിവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യാഗകർമ്മങ്ങളിൽ തൽക്കാലത്തേക്ക് പങ്കെടുക്കാത്ത ആൾക്കാർ ചെറിയ തമ്മിലുള്ള വാഗ്വാദങ്ങൾ, നല്ല അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, വാക്യാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഒക്കെ നടത്തുണ്ടായി. അതും വലിയൊരു ഉപകാരമായി തീർന്നു എന്നാണ് പറയണത്. നമുക്ക് 20ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദിവസേ ദിവസേ തത്ര സംസ്തരേ കുശലാദ്വിജ സർവകർമാണി ചക്രുസ്തേ യഥാശാസ്ത്രം പ്രചോദിത. ദിവസേ ദിവസേ തത്ര അയോധ്യായാം, ആ അയോധ്യയിൽ ദിവസേ ഓരോ ദിവസം ചെല്ലും തോറും, അതായത് ഇത്ര ദിവസം കൊണ്ടാണല്ലോ ഓരോ കർമ്മങ്ങളും ചെയ്തു തീർക്കേണ്ടത്. അപ്പോൾ ആ ദിവസങ്ങൾക്കനുസരിച്ച് എല്ലാ ബ്രാഹ്മണരും തന്നെ കർമ്മങ്ങൾക്കായിട്ട് കൂടിച്ചേർന്നവരായിട്ടുള്ള കുശലന്മാരായിട്ടുള്ള ബ്രാഹ്മണർ, അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് കർമ്മങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു തീർത്തു. അതാണ് യഥാശാസ്ത്രം പ്രചോദിതാഹ,
ശാസ്ത്രത്തിൽ എപ്രകാരമാണോ പറഞ്ഞു വച്ചിരിക്കുന്നത് അതേപോലെ യാതൊരു മാറ്റവുമില്ലാതെ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് രാജാവ് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുള്ള അശ്വമേധയാഗം വിധിയാവണ്ണം നിറവേറ്റി. ബ്രാഹ്മണർക്ക് അതിലൊരു സംശയവും ഉണ്ടായില്ല. എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നാനാദേശാദനുപ്രാപ്താഃ പുരുഷാ സ്ത്രീഗണാസ്തഥാ അന്നപാനൈഃ സുവിഹിതാസ്തസ്മിൻ യജ്ഞേ മഹാത്മനഃ അന്നം ഹി വിധിവത് സ്വാദു പ്രശംസന്തി ദ്വിജർഷഭാഃ അഹോ തൃപ്താ സ്മ ഭദ്രം തേ ഇതി ശുശ്രാവരാഘവ സ്വലംകൃതാശ്ച പുരുഷാ ബ്രാഹ്മണാൻ പര്യവേഷയൻ ഉപാസന്തേ ച താനന്യേ സുമൃഷ്ടമണികുണ്ഡലാഃ കർമാന്തരേ തദാ വിപ്രാഹേതുവാദാൻ ബഹൂനപി പ്രാഹുഃ സുവാഗ്മിനോ ധീരാഃ പരസ്പര ജിഗീഷയാ ദിവസേ ദിവസേ തത്ര സംസ്തരേ കുശലാദ്വിജാ സർവകർമാണി ചക്രുസ്തേ യഥാശാസ്ത്രം പ്രചോദിതാ. ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണർ അവിടെ കൂടിയിരുന്ന എല്ലാ ബ്രാഹ്മണരും യാഗകർമ്മങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു പോന്നു എന്നർത്ഥം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.